മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബർഗമോണ്ടിൻ്റെ ഗ്രാൻഡുറൻസ് RD3 എന്ന് പറയുന്ന വണ്ടിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഒരു ചെറിയ ഇടവേള വീണ്ടും വന്നിട്ടുണ്ട്. ഒരാഴ്ച നമുക്ക് സ്വല്പം കച്ചവടത്തിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ തേണ്ട വീണ്ടും ഒരു കിടിലം പ്രോഡക്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2000 കിലോമീറ്റേഴ്സ് അടുത്ത് റൈഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ബൈസൈക്കിളിൻ്റെ റിവ്യൂ ഞാൻ വരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ സൈക്കിൾസ് കണ്ട് നമ്മൾ റിവ്യൂ ചെയ്യാറുണ്ട്. ഒരു പക്ഷേ റൈഡ് ചെയ്ത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശരിക്കും വ്യത്യസ്തമാണ്. കാര്യം ഈ ഒരു ബൈസൈക്കിൾ നമ്മൾ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് കൊണ്ടുപോകുന്നു, നമ്മൾ റൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ അവരുടെ ഒരു ഇംപ്രഷൻസ്, അതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടുന്നത്, അതുപോലെ തന്നെ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, മറ്റ് നമ്മുടെ റൈഡേഴ്സ് നമ്മൾ ഈ ഒരു ബൈസൈക്കിൾ യൂസ് ചെയ്തതിന് ശേഷം അവർ പറയുന്ന എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബേസിക്കലി ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് RD റാൻഡ് റണ്ണറിങ് എന്നുള്ളതാണ് കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത്. ലോങ് ഡിസ്റ്റൻസ് റൈഡ് ചെയ്യുന്നവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസ് റൈഡ് ചെയ്യുന്നവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു വണ്ടിയാണ്. കാര്യം നമുക്കിവിടെ എന്നും ചെളിയും വെള്ളവും ഒക്കെ ആയിരിക്കും. ഇത്രയും നീറ്റായിട്ടുള്ള ഒരു ഫെൻഡേഴ്സ്, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെൻഡേഴ്സ് നമുക്ക് മറ്റൊരു വണ്ടിയിലും നമുക്ക് ഇൻബിൽഡായിട്ട് കാണാൻ കഴിയുകയില്ല. അതുപോലെ തന്നെയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാരിയേഴ്സും നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് അവൈലബിൾ ആണ്. ഇനി ഈ ഒരു വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഡൈനോമോ ഹബ്സ് ആണ് വരുന്നത്. ബേസിക്കലി ഈ ഒരു വണ്ടിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 90,000 റുപ്പീസ് അടുത്താണ് ഇതിൻ്റെ MRP വരുന്നത്. ഫസ്റ്റ് നമ്മളോട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 90,000 റുപ്പീസോ, നല്ല വെയിറ്റും ഉണ്ടല്ലോ, 10-13 കിലോ ഇല്ലേ വെയിറ്റ്? അങ്ങനെ ചോദിച്ചവരോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ബേസിക്കലി ലോങ് ഡിസ്റ്റൻസ് റൈഡ് ചെയ്യാൻ, ടൂർ ചെയ്യാൻ ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഒരിക്കലും ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറി അല്ല. കാര്യം 13 കിലോ വെയിറ്റ് എന്ന് പറയുന്നത് ക്യാരിയേഴ്സ്, ഫെൻഡേഴ്സ്, ഡൈനോമോ ഹബ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടിയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിമാനോയുടെ ഡൈനമോ ഹബ്സ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, 90,000 റുപ്പീസ് ഈ ഒരു വണ്ടിക്ക് ഇതിൻ്റെ അകത്ത് ക്ലാരിസ് ഗ്രൂപ്പ് സെറ്റ് അല്ലേ ഉള്ളൂ, നമുക്ക് ടിയാഗ്രയും ഒക്കെ കിട്ടത്തില്ലേ? നമുക്ക് നേരത്തെ ടിയാഗ്ര ഗ്രൂപ്പ് സെറ്റ് കിട്ടുന്ന വണ്ടികൾ കിട്ടുമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ബ്രാൻഡുകളെല്ലാം പ്രൈസ് ഭയങ്കരമായിട്ട് ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രീമിയം ബ്രാൻഡിൽ മാത്രമല്ല എല്ലാ ബ്രാൻഡിലും പ്രൈസ് ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സ്കോട്ടിലും ബർഗമോണ്ടിലും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്, പ്രൈസ് കൂടിയിട്ടുണ്ട്. സോ ക്ലാരിസ് മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് ഡൈനമോ ഹബ്സ് വരുന്നുണ്ട്. ഡൈനമോ ഹബിൻ്റെ മാത്രം കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 7,000 to 8,500 റുപ്പീസ്. ഇതിനിടയ്ക്കാണ് ഡൈനമോ ഹബിൻ്റെ കോസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഈ രണ്ട് ലൈറ്റ്സ്, ഒരു ഹെഡ് ലൈറ്റ് ഒരു റിയർ ലൈറ്റ്, ഈ രണ്ട് ലൈറ്റിൻ്റെ കോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 3,000 to 5,000 റുപ്പീസ് നമുക്ക് ഈ ഒരു രണ്ട് ലൈറ്റിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ എങ്ങനെയൊക്കെ കൂട്ടിക്കണിച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു ഫെൻഡറും ക്യാരറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 10,000 റുപ്പീസ് അടുത്ത് കോസ്റ്റ് വരാനുള്ള ഒരു ക്വാളിറ്റി ഈ ഒരു ക്യാരിനും ഉണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ് 25,000 റുപ്പീസ് അടുത്ത് വില വരുന്ന ആക്സസറീസ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട അങ്ങനെയാണ്. കാര്യം ഫുള്ളി ലോഡഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഹെഡ്ലൈറ്റ് മേടിക്കാൻ പോകണ്ട, ഒരു ടെയിൽ ലൈറ്റ് മേടിക്കാൻ പോകണ്ട, ക്യാരിയേഴ്സ് എല്ലാം ഉണ്ട്. ഇനി നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയെക്കുറിച്ച് ഒന്ന് ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മളെപ്പോഴും അലോയ് ബൈസൈക്കിൾസ് കാണുന്ന പോലെ തന്നെ കൂടുതലും വരുന്നത് 6061 അലോയ്സ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആ 6061 അലോയ്സ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു പെയിൻറ്റ് ഫിനിഷാണ്. ശരിക്കും ഒരു സ്റ്റീൽ ഫ്രെയിം എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പെയിൻറ്റ് ഫിനിഷ് വരുന്നത്. അതിൻ്റെ അകത്ത് ജസ്റ്റ് ബർഗമോണ്ട് എന്നുള്ള ചെറിയ റൈറ്റിങ്സ് മാത്രമേ വരുന്നുള്ളൂ. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോർക്കാണ്. ഫോർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ബർഗമോണ്ടിൻ്റെ എല്ലാ വണ്ടികളും എടുത്ത് നോക്കിയാലും അതിൻ്റെ ഫോർക്ക് എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അതാണ് ഈ ഒരു ഫോർക്കിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ അകത്തും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നീട് നമുക്ക് 2 ബോട്ടിൽ ഗേജിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി ക്യാരർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ക്യാരർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്യാരർ ഓപ്ഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ പറഞ്ഞ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫെൻഡേഴ്സാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് ഫ്രെയിം സൈസസിൻ്റെ ഈ ഒരു വണ്ടിക്കകത്ത് അവൈലബിൾ ആണ്. എക്സ്ട്രാ സ്മോൾ, മീഡിയം, ലാർജ്, XL ഇങ്ങനെ ഒരു വൈഡ് റേഞ്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഷിഫ്റ്റേഴ്സ്, വരുന്നത് നമുക്ക് ഷിമാനോ ക്ലാരിസിൻ്റെ ഷിഫ്റ്റേഴ്സാണ് വരുന്നത്. 2x8 എന്നുള്ളൊരു കോമ്പിനേഷനാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മുടെ ഇതിൻ്റെ ക്രാങ്ക് വരുന്നത് ഷിമാനോയുടെ ക്രാങ്ക് തന്നെയാണ് വരുന്നത്. 3450 എന്നുള്ളൊരു കോമ്പിനേഷനാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രാങ്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന കാസറ്റ് വരുന്നത്
1134 ആണ് ഇതിൻ്റെ കാസറ്റ് വരുന്നത്. അത് നമുക്ക് ഷിമാനോ തന്നെയാണ് വരുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട് ഡിറൈലർ എടുത്താലും റിയർ ഡിറൈലർ എടുത്ത് നോക്കി കഴിഞ്ഞാലും നമുക്കത് രണ്ടും നമുക്ക് ക്ലാരിസ് ആണ് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റമാണ്. ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഷിമാനോയുടെ മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഷിമാനോയുടെ ഹബ്ബ് വരുന്നു, ഡൈനമോ ഹബ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് റിയറിൽ വരുന്നത് ബർഗമോണ്ടിൻ്റെ തന്നെ ഹബ്ബാണ് വരുന്നത്. നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത് സിൻക്രോസിൻ്റെ സാഡിൽസ് ആണ്. സിൻക്രോസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്കോട്ടിനകത്ത് വരുന്ന സെയിം കമ്പോണൻസ് തന്നെയാണ് ഓൾമോസ്റ്റ് നമുക്ക് ബർഗമോണ്ടിൻ്റെ അകത്തും വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡിൽ ബാർ എടുത്താലും നമുക്ക് സിൻക്രോസ് തന്നെയാണ് വരുന്നത്. നമുക്ക് സ്റ്റെം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത് ബർഗമോണ്ടിൻ്റെ സ്റ്റെമ്മാണ് നമുക്ക് കാണുന്നത്. അപ്പം ശരിക്കും ഈ ഇത്രയും വയേഴ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ റൂട്ടിങ്ങും അതുപോലെ തന്നെ ഈ ഡൈനമോയുടെ റൂട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ വളരെ നീറ്റായിട്ടാണ് കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത് ബർഗമോണ്ടിൻ്റെ റിമ്മാണ്. അതുപോലെ തന്നെ ഷാൾബിയുടെ G-One എന്ന് പറയുന്ന ടയേഴ്സാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. 700x35C ആണ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ടയർ സൈസ് വരുന്നത്. ബേസിക്കലി ഇത്രയുമൊക്കെയാണ് ഈ ഒരു ബൈസൈക്കിളിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡൈനമോ ഹബിൻ്റെ വർക്കിംഗ് കാര്യങ്ങളും കാണിച്ചു തരാം. പലർക്കും വളരെ ഡൗട്ടാണ് നമ്മൾ ഈ ഡൈനമോ ഹബ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഫ്രിക്ഷൻ കൂടുതലായിരിക്കും എന്നുള്ളതിനെ കുറിച്ച്. എന്നാൽ ഒരു പക്ഷേ നമുക്ക് ഭയങ്കരമായ ഫ്രിക്ഷൻ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. ചെറിയൊരു പിടുത്തം, അതായത് നമ്മൾ എപ്പോഴും ആ ഒരു ഡൈനമോ ഹബ് യൂസ് ചെയ്തിട്ടുണ്ടല്ലേ, ഈ രീതിയിലാണ് നമുക്കിതിൻ്റെ ഡൈനമോ വർക്ക് ചെയ്യുന്നത്. കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡൈനമോ വർക്ക് ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ നമ്മുടെ ഇതിൻ്റെ റിയറിലുള്ള ഡൈനോമയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പുതിയ വണ്ടിയാണ്. ശരിക്കും ഇനി ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി കാണിച്ചു തരാം. അപ്പം നമ്മൾ നേരത്തെ കണ്ടത് പുതിയ വണ്ടിയാണ്, അത് നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി. ഇതിൻ്റെ അകത്ത് ഞാൻ സൈഡ് ബാഗ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഗേജ്, പിന്നെ ഞാൻ ഫ്രണ്ടിലൊരു ബാഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്. ഒരു എക്സ്ട്രാ ഹെഡ്ലൈറ്റ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇരുന്ന പഴയ റിയർ ലൈറ്റ്സ് എല്ലാം എടുത്തതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ ഹോർനെറ്റിൻ്റെ ഹോണുമുണ്ട്. ഓൾമോസ്റ്റ് 5 വർഷം എടുത്തായി ഞാൻ ഈ ഹോർനെറ്റിൻ്റെ ഹോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഹോണും നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു MKSൻ്റെ പെഡൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്രൂക്സിൻ്റെ ക്യാമ്പിയം C70 എന്ന് പറയുന്ന സാഡിലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇന്ത്യൻ റുപ്പീസ് ഏതാണ്ട് 13,000 റുപ്പീസ് അടുത്താണ് ഈ ഒരു സാഡിലിൻ്റെ കോസ്റ്റ് വരുന്നത്. ശരിക്കും ഈ ഒരു സാഡിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ലെതർ സാഡിൽസ് യൂസ് ചെയ്തു. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ ലെതർ സാഡിൽ യൂസ് ചെയ്തിരുന്നു. ഈ ഒരു സാഡിൽ ശരിക്കും ഞാനൊരു 50 കിലോമീറ്റേഴ്സൊക്കെ ഈവൻ പാഡൽ ഷോട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ റൈഡ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളാണ്. അതിൽ കൂടുതലുള്ള ഡിസ്റ്റൻസ് ഞാൻ റൈഡ് ചെയ്ത് നോക്കിയിട്ടില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു സാഡിലിൻ്റെ നമുക്ക് പാഡൽ ഷോട്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം ഒരു 100 കിലോമീറ്ററൊക്കെ കംഫർട്ടബിളായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മുടെ ഇവിടുത്തെ പ്രഷർ പോയിൻറ്റ്സ് ഒക്കെ ഭയങ്കര നമുക്കിവിടെ ഹോൾസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റുമാണ് ഈ ഒരു സാഡിൽ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ഒരു സാഡിലിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ 1800 കിലോമീറ്റേഴ്സിന് മുകളിൽ നമ്മൾ സ്ട്രാവയ്ക്കകത്ത് റോക്കി എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയാണ് ഓൾമോസ്റ്റ് 1800 കിലോമീറ്റേഴ്സിന് മുകളിൽ നമ്മൾ ഈ ഒരു വണ്ടി ഓടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ Bergamont RD3 എന്ന് പറയുന്ന വണ്ടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വണ്ടി നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം അവൈലബിൾ അല്ല, ഷോർട്ടാണ്. വണ്ടി കയ്യിൽ വെച്ചുകൊണ്ട് തള്ളിയതാണ് എന്ന് കരുതരുത്. വണ്ടി നമുക്ക് മാർക്കറ്റിൽ ഒട്ടും അവൈലബിൾ അല്ല. വണ്ടി ഒരുപാട് പേര് വണ്ടി അന്വേഷിക്കുന്നുണ്ട്, നമ്മളെയും ഒരുപാട് സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ട് RD3 എന്നുള്ള വണ്ടിയെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു വണ്ടി ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നാസർ സൈനിങ് ഓഫ്.